എനിക്ക് സമ്മതാട്ടോ. എന്ത്? ആ 10 രൂപ നോട്ടിലെ കാര്യം. രവി, ഇതേതായി പെൺകുട്ടി? ഇതെന്റെ കൂട്ടുകാരനാ. കുട്ടിയുടെ പേരെന്താ? കല്യാണി. കല്യാണി. ഈ പേരിലൊരു ബീറുണ്ടല്ലോ അല്ലേ? ഉണ്ട്. നമ്മള് വെച്ചിട്ടുണ്ടെന്നേ. കല്യാണി ചെല്ല. കൊള്ളാം. ഇതിലെ സെലക്ഷൻ ലുക്കിന് ഇത്രയും ഗ്ലാമർ ഉണ്ടായിട്ട് എനിക്ക് ഇതുപോലെ ലൈനില്ലെന്ന് നോക്കുമ്പോഴാ ആ സുഖട്ടെ. പുതിയ മൊബൈലൊക്കെ എടുത്തിട്ടുണ്ടാ. നമുക്ക് തകർക്കണ്ടേ? ഈ സ്ഥാനത്ത് എന്തിനാണ് കെട്ടിയെടുത്തത്? നിന്നെ കാണാമെന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ പറഞ്ഞീ. അങ്ങനെ എനിക്ക് പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല. ഞാൻ ഒളിവ്. നീ വന്നേ വന്നേ. അതേ എടാ, ഞാൻ ഒളിവിലാടാ. ഒളിവിലോ? ആ SI ഭാർഗവനെ തല്ലി ആശുപത്രിയിലാക്കിയതിന് എന്നെ പോലീസ് അന്വേഷിച്ചോണ്ടിരിക്കുക. SI തല്ലിന്നോ? നീയോ? തല്ലിയതല്ല, ലാത്തി ചാർജ് മേടിച്ചൊരു മരത്തേൽ ഓടിക്കേറിയതാ. കേറി പിടിച്ചതൊരു ഉണക്കുമ്പേല്. ഞാൻ അലച്ചു തല്ലി വീണത്. എന്നെ ഓടിച്ചിട്ട് SIയുടെ മുതുകത്തും. ആ SI പൈസയില്ല. പോലീസിന്റെ കൃത്യനിർവഹണം തടഞ്ഞോന്നും SIനെ കൊല്ലാൻ ശ്രമിച്ചോന്നും പറഞ്ഞ കേസ്. അപ്പൊ ഗംഗാധരേട്ടനാ പറഞ്ഞത് എല്ലാം ഒതുങ്ങുന്നവരെ നിന്റെ അടുത്തൊന്നും ഇങ്ങനെ നിന്നോളാൻ. അപ്പൊ നീ പോണില്ലേ? ഏയ്, ഞാനെവിടെ പോയാ? എവിടെ പോയാലും പോലീസ് നോക്കും. ഇവിടെ ആകുമ്പോ സേഫാ. അപ്പൊ അമ്മയുടെ അടുത്ത് ആരാ? അതോർത്ത് നീ പേടിക്കണ്ട. നിന്റെ അമ്മാവന്റെ ആ തെറിച്ച 2 വിത്തുകള് നിന്റെ അമ്മക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹാപ്പിയാണല്ലോ? വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. നീ വാ. എടാ, ഞാൻ നിന്റെ കൂടെ നിൽക്കണല്ലോ. എനിക്ക് വിരോധമില്ല കേട്ടോ. സുഖേട്ടാ, അത് ഇവന് നാട്ടില് ചെറിയൊരു പ്രശ്നം. കുറച്ചുനാള് നമ്മുടെ കൂടെ നിക്കാനായി. നമുക്ക് പിന്നെ പ്രശ്നങ്ങളില്ലാത്തോണ്ട് വലിയ കുഴപ്പമില്ല. വരാൻ പറഞ്ഞീ. രക്ഷപ്പെട്ടു. ജോസ് മാഷേ, എന്താ ഈ സജ്ജയില് 2 നാടൻ